ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. പി വെമ്പല്ലൂർ തീരം ആറ്റുപുറം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തുന്നു. പടിഞ്ഞാറെ വെമ്പല്ലൂർ തീരം ആറ്റുപുറം സൗഹൃദ കൂട്ടായ്മയും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി മെയ് 5-ന് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് മെഡിക്കൽ ക്യാമ്പ് അസ്മാബി കോളേജിൽ വെച്ച് നടത്തുന്നത്. 1500 പേർക്ക് ചികിത്സകളുണ്ട്. അത് അത്രയും പേർക്കാണ് മരുന്നും നമ്മൾ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. കൂടാതെ നമ്മൾ വരുന്നവർക്ക് ഉച്ചഭക്ഷണം ഒരു ലഘുഭക്ഷണം ഉച്ചക്ക് കൊടുക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 3 മണി, ഒരു 3:30-4 മണിയൊക്കെ ആവും. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഹെർണിയ, വെരിക്കോസ് വെയിൻ, തൈറോയ്ഡ് മുഴകൾ, ശരീരത്തിലുണ്ടാകുന്ന മറ്റു മുഴകൾ, ശിശുരോഗം, ഗൈനക്കോളജി, നേത്രരോഗം, ദന്തരോഗം എന്നീ വിഭാഗങ്ങളിലാണ് പരിശോധന. വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കും. തുടർ ചികിത്സ ആവശ്യമായവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിൽ ഞായറാഴ്ച രാവിലെ 9-ന് ആരംഭിക്കുന്ന ക്യാമ്പ് കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ M ശ്യാംനാഥ് ഉദ്ഘാടനം ചെയ്യും. സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് PB ഷീബൻ അധ്യക്ഷത വഹിക്കും. തീരദേശമായ പ്രദേശത്ത് നിർധനർക്ക് സഹായകരമായ രീതിയിൽ നിലകൊള്ളുന്ന സംഘടനയുടെ മുഖ്യ ലക്ഷ്യം വളരുന്ന തലമുറകളെ ലഹരിയുടെ പിടിയിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മറ്റുള്ള ചെയ്യുന്ന വെച്ചാൽ നിർധനായ കുടുംബങ്ങളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യം എന്ന് വെച്ചാൽ തീരദേശത്ത് ഇപ്പൊ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മളെ അടുത്ത തലമുറയെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടെ ഞങ്ങൾ തുടങ്ങിയത്. അപ്പൊ നമ്മളെ കുട്ടികൾ അതിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തുമ്പോൾ അവർ എൻഗേജ്ഡ് ആവും. അപ്പൊ മറ്റുള്ള രീതിയിലേക്ക് അവർ പോകാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ വർഷവും എന്തെങ്കിലും പരിപാടികളൊക്കെ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരിക്കുന്നത്. അപ്പൊ AS സലീഷ്, PB ഷീബൻ, CM വിനു, EB വിനോദ്, CS ദിനേശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.